ഹായ് ഫ്രണ്ട്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BSWയിലെ സൈക്കോളജിക്കൽ പ്രോസസ്സസ് എന്നുള്ള പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 7th മൊഡ്യൂളായിട്ടുള്ള ഇൻ്റലിജൻസ് എന്താ നോക്കാം. ഇൻ്റലിജൻസിൽ ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5 മാർക്കിനും 10 മാർക്കിനും ഒക്കെ ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റലിജൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തിയറിയിലേക്ക് കിടക്കാം. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എബിലിറ്റി ടു ലേൺ, അതായത് ഒരു കാര്യം നമ്മൾ ലേൺ ചെയ്യാനുള്ള, പഠിക്കാനുള്ള ഒരു കഴിവിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു ക്യാരി ഓൺ ദ ഹയർ പ്രോസസ് ഓഫ് തോട്ട്, അതായത് ഹയർ തോട്ട് പ്രോസസ്സ് നടത്താനുള്ള ആ ഒരു കഴിവിനെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്? എബിലിറ്റി ടു അഡാപ്റ്റ് ന്യൂ സിറ്റുവേഷൻ, അതായത് പുതിയൊരു സാഹചര്യവുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ. നമുക്കറിയാം, മനുഷ്യന്മാർ ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് മാറി മാറി ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചും നമ്മൾ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആ ഒരു കഴിവിനെ നമ്മൾ എന്ത് പറയും? ഇൻ്റലിജൻസ് എന്ന് പറയും. അബ്സ്ട്രാക്റ്റ് തിങ്കിങ്, ഇൻ്റലിജൻസിൽ വരുന്നത് എന്താണ്? അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ്. അപ്പോൾ ഇതാണ് ഇൻ്റലിജൻസ് എന്നുള്ളതിൽ ഒരു 4 ഷോർട്ട് പോയിൻറ്റ്സ്. ഇനി നമുക്ക് ഇൻ്റലിജൻസിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ നോക്കാം. Intelligence is the global capacity of individual to act purposefully, to think rationally and deal effectively with his environment. അപ്പോൾ ഇൻ്റലിജൻസ് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ആക്ട് പർപ്പസ്ഫുള്ളി ആയിട്ട് ആക്ട് ചെയ്യാനും, ടു തിങ്ക് റാഷണലി എന്ന് പറഞ്ഞാൽ എന്താണ്? റാഷണലിസം, അതായത് യുക്തിപരമായിട്ടുള്ള ചിന്തയ്ക്കും, അതുപോലെ എന്താണ്? ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ഹിസ് എൻവയോൺമെൻറ്റ്, തൻ്റെ സമൂഹവുമായിട്ട് നല്ല എഫക്റ്റീവ്ലി ആയിട്ട് ഡീൽ ചെയ്യാനുമുള്ള ഒരു കഴിവിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആണ്. ടു ആക്ട് പേർപ്പസ്ഫുള്ളി ആൻഡ് ടു തിങ്ക് റാഷണലി ആൻഡ് ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ഹിസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇൻ്റലിജൻസ് എന്നുള്ള മൊഡ്യൂളിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യനോ വരികയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു 4 പോയിൻറ്റ്സും ഈ ഒരു ഡെഫിനേഷനും നിങ്ങൾക്ക് ആദ്യം എഴുതി വയ്ക്കാവുന്നതാണ് കേട്ടോ. തിയറീസ് ഓഫ് ഇൻ്റലിജൻസ്. അപ്പോൾ ഏതൊക്കെ തിയറീസാണ് നമുക്ക് പഠിക്കാനുള്ളത്? സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി ഉണ്ട്, SI മോഡൽ ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട്, പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് തിയറി ഉണ്ട്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഉണ്ട്, ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്. അപ്പോൾ ഇത്രയും തിയറീസ് നമുക്ക് നോക്കാം. വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ ഓരോ തിയറിയും പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തിയറി നോക്കാം, സ്പിയർമാൻസ് 2 ഫാക്ടർ തിയറി. സ്പിയർമാൻ എന്നുള്ള ഒരു സൈക്കോളജിസ്റ്റിൻ്റെ 2 ഫാക്ടർ തിയറി. ഈ തിയറിയെ ഫാക്ടർ അനാലിസിസ് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്? ഇതിൽ 2 ഫാക്ടേഴ്സാണ് വരുന്നത്, S ഫാക്ടറും G ഫാക്ടറും. സ്മോൾ ലെറ്റർ ആണ്. എസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഫാക്ടർ, G ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ ഫാക്ടർ. അപ്പോൾ ഒരു പൂവാണ് നമ്മളവിടെ വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ പൂവിലുള്ള ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ എഴുതണം. S1, S2, S3, S4, S5, S6, S7, S8 അങ്ങനെ 8 ഇതളുകളാണ് അതിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ നടുവിൽ വരുന്നത് എന്താണ്? G അല്ലെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ പൂവിൻ്റെ ഇതളുകളിൽ വരുന്നത് എന്താണ്? S1 മുതൽ S8 വരെ എന്താണ്? S1ൽ ലോജിക്ക്, S2ൽ എന്താണ്? മാത്സ്, S3ൽ പെയിൻറ്റ്, S4ൽ ഡ്രോ, S5ൽ ലാംഗ്വേജ്, S6ൽ വൊക്കാബുലറി, S7ൽ സ്പെല്ലിങ്, S8ൽ മ്യൂസിക്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഓർഡർ തെറ്റരുത് കേട്ടോ. ഇത് ഈ ഓർഡർ കറക്റ്റ് തന്നെ പഠിച്ചു വെക്കണം. ആ ഒരു പൂവിൽ കറക്റ്റ് അടയാളപ്പെടുത്തണം. അപ്പോൾ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ് ജനറൽ ഇൻ്റലിജൻസ്. അപ്പോൾ ചില ആളുകൾക്ക് എന്തുണ്ടാവും? നല്ല പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ അവർക്ക് എന്താണ്? സ്പെസിഫിക് ഇൻ്റലിജൻസ് ഉണ്ട്, അതായത് S8 ഉണ്ട്. ചില ആളുകൾക്ക് എന്തുണ്ടാവും? നല്ല രീതിയിൽ മാത്തമാറ്റിക്കൽ ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെയുള്ള കഴിവുണ്ടാവും. അപ്പോൾ അവർക്ക് വരുന്നത് എന്താണ്? സ്പെസിഫിക് ഇൻ്റലിജൻസ് ആണ്, S2ലാണ് അത് വരുന്നത്. ചില ആളുകൾക്ക് എന്തായിരിക്കും? പെയിൻറ്റ് ചെയ്യാനുള്ള കഴിവായിരിക്കും, അത് S3ലാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇതിൽ സ്പെസിഫിക് ആയിട്ട് ഓരോ ആളുകൾക്കും ഓരോന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു S1 മുതൽ S8 വരെയുള്ളത് കറക്റ്റായിട്ട് പഠിക്കുക, ഓർഡർ മാറാതെ പഠിക്കുക. ലോജിക്, മാത്സ്, പെയിൻറ്റ്, ഡ്രോ, ലാംഗ്വേജ്, വൊക്കാബുലറി, സ്പെല്ലിംഗ്, മ്യൂസിക്.
അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത്രേ കാര്യമുള്ളൂ ഈ സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറിയിൽ. സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി ആ ഒരു പേരിൽ തന്നെ ഉണ്ട് 2 ഫാക്ടേഴ്സ് അല്ലേ, 2 ഫാക്ടർ, എസ് ഫാക്ടറും ജി ഫാക്ടറും. എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്സ് ഫാക്ടർ, ജി എന്ന് പറഞ്ഞാൽ ജനറൽ ഫാക്ടർ. അപ്പോൾ ഈ ഒരു ഫിഗർ കറക്റ്റായിട്ട് വരയ്ക്കുക, ആ ഒരു ഓർഡർ തെറ്റാതെ വരയ്ക്കുക എന്നുള്ളതാണ് ഈ തിയറിയിൽ ശ്രദ്ധിക്കാനുള്ളത്. അടുത്ത തിയറിയാണ് ഗിൽഫോർഡിൻ്റെ SI മോഡൽ ഓഫ് ഇൻ്റലിജൻസ്. ഗിൽഫോർഡ്സ് SI മോഡൽ ഓഫ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലിജൻസ്. അപ്പോൾ അദ്ദേഹം ഇൻ്റലിജൻസിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിയറിയാണ്. ഒരു റുബിക്സ് ക്യൂബിൻ്റെ മോഡലുള്ള ഒരു ഇമേജ് വെച്ചിട്ടാണ് ഈ തിയറി പറയുന്നത്. ഈ വരച്ചിട്ടുള്ള ഒരു മോഡലിനെ ട്രൈഗ്രാം സിമ്പൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു 3 ഡയമെൻഷണൽ മോഡലാണ്. ഇതിന് 3 ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏതൊക്കെയാണ്? അതിലെ 3 പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് കണ്ടൻറ്റ്, ഓപ്പറേഷൻ, പ്രൊഡക്ട്സ്. ഇതാണ് 3 പാരാമീറ്റേഴ്സ്. അതിൽ ഓപ്പറേഷനിലും കണ്ടൻറ്റിലും 5 എണ്ണം വെച്ചിട്ടും പ്രൊഡക്റ്റിൽ 6 എണ്ണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ടൻറ്റ് ഏതൊക്കെയാണ്? അതിൽ ഓരോ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാറ്റിക്, ബിഹേവിയറൽ. ആ 5 കാര്യങ്ങളാണ് കണ്ടൻറ്റിൽ വരുന്നത്. ഓപ്പറേഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇവാലുവേഷൻ, കൺവെർജൻറ്റ് പ്രൊഡക്ഷൻ, ഡൈവർജൻറ്റ് പ്രൊഡക്ഷൻ, മെമ്മറി, കൊഗ്നിഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേഷനിൽ വരുന്നത്. പ്രൊഡക്റ്റിൽ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റം, ട്രാൻസ്ഫോർമേഷൻ, ഇംപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ ഒരു തിയറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഈ ഒരു ഫിഗർ വരച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇത് അടയാളപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മോഡലിൽ ഗിൽഫോർഡ് എന്താ പറയുന്നത്? SI മോഡൽ, ഗിൽഫോർഡ്സ് തിയറി ഓഫ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റിൽ 3 ബേസിക് പാരാമീറ്റേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. കണ്ടൻറ്റ്, ഓപ്പറേഷൻസ്, പ്രൊഡക്ട്സ്. കണ്ടൻറ്റിൽ ഒരു 5 കാര്യങ്ങൾ വരുന്നുണ്ട്, ഓപ്പറേഷൻസിൽ ഒരു 5 കാര്യങ്ങൾ വരുന്നുണ്ട്, പ്രൊഡക്ട്സിൽ 6 കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ വരച്ച് വയ്ക്കുക, കറക്റ്റായിട്ട് ഇത് അടയാളപ്പെടുത്തുക. ഫിഗറിൻ്റെ പേര് നമ്മൾ പറഞ്ഞു, അതിൻ്റെ അടിയിൽ എഴുതി വയ്ക്കുക ട്രൈഗ്രാം സിമ്പൽ എന്ന്. എന്നിട്ട് 5 × 5 × 6 = 115 എന്നും എഴുതുക. 5 × 5 × 6 എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കണ്ടൻറ്റിൽ 5 കാര്യങ്ങൾ, ഓപ്പറേഷനിൽ 5 കാര്യങ്ങൾ, പ്രൊഡക്ട്സിൽ ഒരു 6 കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ വശവും കൂട്ടിയിട്ട് 115. അപ്പോൾ ഈ ഒരു തിയറിയിൽ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. ഒരു ഫിഗർ വരച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് എഴുതി വെച്ചാൽ മതി. ഇനി ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണ്ട. ഇത് എഴുതി വെച്ചാൽ തന്നെ നമുക്ക് പാസ്സാവാനുള്ള അത്യാവശ്യം മാർക്ക് കിട്ടും. അടുത്ത തിയറിയാണ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ്, തേഴ്സ്റ്റൺ. തേഴ്സ്റ്റൻ്റെ പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് തിയറി എന്താ നോക്കാം. അതിന് മുന്നേ നമ്മൾ ഏതൊക്കെ തിയറീസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു എന്ന് ആലോചിച്ച് നോക്കിയേ. സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി പറഞ്ഞു, SI മോഡൽ, ഗിൽഫോർഡിൻ്റെ തിയറി ഓഫ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് പറഞ്ഞു. അടുത്ത തിയറി ഏതാണ്? പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ്, തേഴ്സ്റ്റൺ. അപ്പോൾ ഈ പേരുകളൊന്നും മാറിപ്പോവാതെ കറക്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പ്രൈമറി മെൻ്റൽ എബിലിറ്റീസിനെ, ഈ ഒരു തിയറീനെ എന്ത് പറയുന്നുണ്ട്? ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്നും പറയുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഫാക്ടേഴ്സ് അദ്ദേഹം പറയുന്നുണ്ട്. 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ തിയറിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അതുപോലെ പഠിച്ചു വെക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? വെർബൽ കോംപ്രിഹെൻഷൻ. ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട് വെർബൽ കോംപ്രിഹെൻഷൻ. എന്താണ്? അതായത് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വേർഡ്സ്, അതായത് വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് വെർബൽ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? വേർഡ് ഫ്ലുവൻസി. അതായത് എന്താണ്? വേർഡ് ഫ്ലുവൻസി, എബിലിറ്റി ടു തിങ്ക് വേർഡ് റാപ്പിഡ്ലി. പെട്ടെന്ന് തന്നെ ഓരോ വാക്കുകൾ കണ്ടെത്താനും ഫ്ലുവൻ്റായിട്ട് നമുക്കത് പറയാനുള്ള കഴിവിനെയാണ് വേർഡ് ഫ്ലുവൻസി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? നമ്പർ. നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു സോൾവ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, അതായത് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് നമ്പർ എന്ന് പറയുന്നതുകൊണ്ട് തേഴ്സ്റ്റൺ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? സ്പേസ്. സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായിരിക്കും? വിഷ്വലൈസിങ് കപ്പാസിറ്റിയാണ്. അതായത് ഒരു കാര്യം നമുക്ക് കാണാനും മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റീനെയാണ് സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5-മത്തെ എന്താണ്? മെമ്മറി.
മെമ്മറി പറഞ്ഞാൽ എന്താ, ഒരു കാര്യം നമുക്ക് ഓർത്തെടുക്കാൻ, റീകോൾ ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് മെമ്മറി എന്ന് പറയുന്നത്. ആറാമത് എന്താ പറഞ്ഞിട്ടുള്ളത്, പെർസെപ്ച്വൽ സ്പീച്ച്. അതായത് പെർസെപ്ച്വൽ സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമുക്ക് ഓരോ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കഴിവാണ്. ഗ്രാസ്പ് വിഷ്വൽ ഡീറ്റെയിൽസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ പിക്ചേർഡ് ഒബ്ജക്റ്റ്. അപ്പോൾ പിക്ചേഴ്സും ഒബ്ജക്റ്റും തമ്മിലുള്ള സിമിലാരിറ്റീസും സാമ്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയാണ് പെർസെപ്ച്വൽ സ്പീച്ച് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, റീസണിങ്. റീസണിങ് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ്. അത് ഡിഡക്റ്റീവ് റീസണിങ്, ഇൻഡക്റ്റീവ് റീസണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റീസണിങ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തേഴ്സ്റ്റൻ്റെ പ്രൈമറി മെൻ്റൽ എബിലിറ്റീസിൽ പറയുന്നത്. അപ്പോൾ തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ മൂന്നാമത്തെ തിയറിയാണ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ്. അപ്പോൾ പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വയ്ക്കുക. അടുത്ത തിയറി നോക്കാം, ഗാർഡ്നറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി. ഹവാർഡ് ഗാർഡ്നർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്, നമുക്ക് ചുരുക്കിയിട്ട് ഗാർഡ്നർ എന്ന് പറയാം. അപ്പോൾ ഈ തിയറിയിൽ എന്താ പറയുന്നത്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെയാണ്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിൽ കൂടുതൽ ഇൻ്റലിജൻസ്. നമുക്കറിയാം ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, ഓരോ മേഖലയിലായിരിക്കും കഴിവുകൾ ഉണ്ടാവുക. ചില ആളുകൾ നന്നായിട്ട് പഠിക്കുന്ന ആളുകളുണ്ടായിരിക്കും, ചില ആളുകൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നവരുണ്ടായിരിക്കും, നന്നായി പാട്ട് പാടുന്നവരുണ്ടായിരിക്കും, സ്പോർട്സിൽ നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ഇപ്പോൾ ഒരു കുട്ടി തീരെ പഠിക്കുന്നില്ല, ആ കുട്ടി സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവാണ്. ആ കുട്ടീനെ മോശപ്പെട്ട കുട്ടിയാണ്, തീരെ പഠിക്കുന്നില്ല, അതുകൊണ്ട് പൊട്ടനാണ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. കാരണം ആ കുട്ടി കൂടുതലായിട്ട് തിളങ്ങി നിൽക്കുന്നത് എവിടെയാണ്, സ്പോർട്സിലാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ഗാർഡ്നർ ഇവിടെ പറയുന്നത് ഒരു 8 കാര്യങ്ങൾ, ഇൻ്റലിജൻസിൽ വരുന്ന കുറച്ച് 8 കാര്യങ്ങളാണ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് ഓരോരുത്തർക്കും, അല്ലേ? അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിലായിരിക്കും ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് ഇൻ്റലിജൻസ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ സ്പോർട്സ് നമുക്ക് പറയാം, നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് വെച്ച് ചെയ്യേണ്ട കാര്യമല്ലേ. അതായത് നമ്മളൊരു ശരീരം അനങ്ങി പണിയെടുക്കേണ്ട കാര്യമാണ് സ്പോർട്സ്, അതുപോലെ ഡാൻസ്, അതുപോലെ ആക്ടിങ്. അതൊക്കെയാണ് ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് നമ്മളവിടെ ബോഡി നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നവർക്കുള്ളത് എന്താണ്, ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ സ്പോർട്സിലൊക്കെ നന്നായിട്ട് മികച്ചു നിൽക്കുന്ന കുട്ടികൾക്കുള്ള ഇൻ്റലിജൻസ് എന്താണ്, ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. അതങ്ങനെ പറഞ്ഞു പഠിച്ചോളൂ കേട്ടോ. അത് നമുക്ക് ഈ ഒരു 8 കാര്യങ്ങൾ ഈ തിയറി ചോദിച്ചു കഴിഞ്ഞാൽ കാണാതെ എഴുതേണ്ടി വരും. അപ്പോൾ അത് പറഞ്ഞു പഠിക്കുക, ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. അടുത്തത് എന്താണ്, ഇൻ്റർപേഴ്സണൽ ആൻഡ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. രണ്ടും രണ്ടാണ്, ഞാനത് ഒരുമിച്ച് എഴുതിയെന്നേ ഉള്ളൂ പറയാൻ സുഖത്തിന് വേണ്ടിയിട്ട്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചില ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവരെല്ലാവരുടെ അടുത്തും പോയിട്ട് നല്ല ഓപ്പണപ്പായിട്ട് കമ്പനിയാവും. അതായത് ആളുകളായിട്ട് എത്രയും ഈസി ആയിട്ട് ഫസ്റ്റ് കണ്ടാൽ തന്നെ നന്നായിട്ട് മിങ്കിളാവാൻ കഴിയും. മറ്റുള്ളവരെ നന്നായിട്ട് വാല്യൂ ചെയ്യാൻ, കെയർ ചെയ്യാൻ, അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ, അങ്ങനെയൊക്കെ കഴിവുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കുള്ള ഇൻ്റലിജൻസ് ആണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് കൗൺസിലേഴ്സ്, അതുപോലെ പൊളിറ്റീഷ്യൻസ് ഒക്കെയാണ്. അപ്പോൾ പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യം, ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്നത് അവരുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ കൗൺസിലേഴ്സും പൊളിറ്റീഷ്യൻസിനും പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര വായാടിയാണ്, അല്ലെങ്കിൽ ഭയങ്കര ആളുകളെ കയ്യിലെടുക്കാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ ആളുകളായിട്ട് പെട്ടെന്ന് ക്ലോസ് ആവും എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ളതാണ് എന്താണ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. ഇൻട്രാ പറഞ്ഞാൽ എന്താണ്, നമ്മൾ സ്വയം അല്ലെങ്കിൽ സെൽഫായിട്ട് നമ്മൾ സ്വയം മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. അതായത് നമ്മൾ സ്വയം മനസ്സിലാക്കുക, നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് കഴിവുകൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും, ഇതൊക്കെ കണ്ടെത്തുന്നതാണ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ളവർ. അതിന് നമുക്കൊരു എക്സാമ്പിൾ സയൻറ്റിസ്റ്റിനൊക്കെ പറയാം. അതായത് കൂടുതൽ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ അവരാണല്ലോ. തേർഡ് വണ്ണാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്.
അപ്പോൾ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ് റൈറ്റേഴ്സ്, അതായത് എഴുത്തുകാരില്ലേ. അപ്പോൾ നല്ല രീതിയിൽ കവിതകൾ എഴുതുക, കഥകൾ എഴുതുക, അതുപോലെ സ്ക്രിപ്റ്റൊക്കെ എഴുതാൻ അറിയുക, അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുന്നതാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. ഫോർത്ത് വൺ എന്താണ്? ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. അപ്പോൾ ചില ആളുകൾക്ക് മാത്തമാറ്റിക്കലി ഭയങ്കര സ്കിൽസ് ആയിരിക്കും. അപ്പോൾ ഒരു റുബിക്സ് ക്യൂബൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരത് സോൾവ് ചെയ്ത് തരും. പിന്നെ എന്ത് പ്രോബ്ലംസ് കിട്ടിയാലും എളുപ്പമാർഗ്ഗം യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആൻസേഴ്സ് പറയില്ലേ. നല്ല മാത്തമാറ്റിക്കൽ സ്കിൽസുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരെന്തായിരിക്കും? അവർ ലോജിക്കലി കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും, യുക്തിപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർക്കുള്ള ഇൻ്റലിജൻസാണ് ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. ഫിഫ്ത്ത് വൺ എന്താണ്? നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. എന്താണ്? ആ പേരിലുണ്ടല്ലോ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. അപ്പോൾ ചില ആളുകൾ ഭയങ്കര നാച്ചുറൽ ലവേഴ്സ് ആയിരിക്കും, അതായത് പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇടപഴകി ജീവിക്കാൻ, അതുപോലെ പ്രകൃതിയുമായിട്ട് ചുറ്റുപാടിനോട് കൂടുതൽ സ്നേഹം, അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഇൻ്റലിജൻസാണ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? വിഷ്വൽ അല്ലെങ്കിൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ആ പേരിൽ തന്നെ ഉണ്ട് വിഷ്വൽ ഇൻ്റലിജൻസ്. അതായത് നമുക്ക് എന്താ പറയുക, നമ്മൾ കാണുന്ന സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ വിഷ്വലി ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ ഉള്ളവരായിരിക്കും അവർ. അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ആ ഒരു റൂട്ടിനെ പറ്റിയിട്ട്, ഇനി എങ്ങോട്ട് പോകണം, ഇവിടെ എന്തൊക്കെയാണുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്ന ആ കാഴ്ചകളെ പറ്റിയിട്ട് നല്ല രീതിയിലൊരു ധാരണ ഉണ്ടായിരിക്കും അവർക്ക്. അതിന് നമുക്ക് എക്സാമ്പിളായിട്ട് പൈലറ്റ്സിനെയൊക്കെ പറയാം. അവർക്ക് കറക്റ്റായിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരിക്കും സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ, ബാക്കപ്പ് പ്ലാനിനെ പറ്റിയിട്ടും അതായത് നമ്മൾ പോകുന്ന സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ കറക്റ്റ് ഐഡിയ ഉണ്ടായിരിക്കും പൈലറ്റ്. അതുപോലെ ടൂറിസ്റ്റ് ഗൈഡ്സ്, അവരെയൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താം. വിഷ്വൽ അല്ലെങ്കിൽ സ്പേഷ്യൽ, അതായത് കറക്റ്റായിട്ട് കാര്യങ്ങളെ പറ്റിയിട്ട്, സ്ഥലങ്ങളെ പറ്റിയിട്ടുള്ള ഐഡിയാസ് അവർക്ക് ഉണ്ടായിരിക്കും. അടുത്തതാണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. സിമ്പിളല്ലേ? അതായത് ചില ആളുകൾക്ക് നല്ല രീതിയിൽ പാട്ട് പാടാനും അതുപോലെ പാട്ട് കേട്ടിരിക്കാനുമുള്ള കഴിവുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഇൻ്റലിജൻസാണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക്. വെർബൽ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വാക്കുകൾ യൂസ് ചെയ്തിട്ടുള്ള ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ചില ആളുകൾക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് എക്സാമിൻ്റെ തലേ ദിവസം കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് പറഞ്ഞിരുന്നൊരു ഫ്രണ്ടില്ലേ, അപ്പോൾ അതുവരെ ടീച്ചേഴ്സ് എടുത്ത് വലിച്ചു നീട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ആ ഫ്രണ്ട് പറഞ്ഞു തരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഇത്രയും സിമ്പിളാണോ നമ്മൾ വിചാരിക്കും. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ചില ആളുകൾക്ക് അതിനുള്ള കഴിവുണ്ട്, അതായത് ഓരോ കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവർക്കുള്ള ഇൻ്റലിജൻസാണ് വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 8 കാര്യങ്ങൾ, അപ്പോൾ അതായത് ഇൻ്റർപേഴ്സണലും ഇൻട്രാപേഴ്സണലും ഒരുമിച്ച് എഴുതിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ 9 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയിൽ. അപ്പോൾ ഈ കാര്യങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക, അത് സിമ്പിളാണ്. അതായത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ചില ആളുകൾക്ക് എന്തായിരിക്കും? മ്യൂസിക്കിലായിരിക്കും, ചില ആളുകൾക്ക് വിഷ്വലായിരിക്കും, ലോജിക്കിലായിരിക്കും, മാത്തമാറ്റിക്സിലായിരിക്കും. അപ്പോൾ ആ തിയറീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ആ പോയിൻറ്റ്സ് കറക്റ്റായിട്ട് പഠിച്ചാൽ മതി. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയുടെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ, അതിൽ വരുന്ന കോമ്പോണൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് വരച്ച് വെച്ചാൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നോട്ടും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല മാർക്ക് മേടിച്ച് പാസ്സാവണം എന്നുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽ നോട്ട്സ് ഓരോ പോയിൻറ്റ്സും പഠിക്കുക. അല്ല, ഈ സൈക്കോളജി ഭയങ്കര ടഫാണ്, എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി എന്നുള്ളവരാണ് വെച്ചെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള ആ പോയിൻറ്റ്സ് മാത്രം എഴുതി വെച്ചാൽ മതി, നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. 5ാമത്തെ തിയറിയാണ് റോബർട്ട് സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്. അപ്പോൾ ഇൻ്റലിജൻസിൽ വരുന്ന ഒരു തിയറിയാണ് ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്. ഷോർട്ടാക്കിയിട്ട് നമുക്ക് TTI, അതായത് ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്. ആരാണ് ഈ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്? റോബർട്ട് സ്റ്റേൺബർഗ്. റോബർട്ട് സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്. അപ്പോൾ ആ പേര് കുറേ പ്രാവശ്യം പറഞ്ഞ് പഠിക്കുക, അല്ലെങ്കിൽ തിയറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ ഈ ഒരു തിയറിയിൽ എന്താ പറയുന്നത്? ഇൻ്റലിജൻസിനൊരു 3 ആസ്പെക്ട്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. 3 തലങ്ങളുണ്ട് ഇൻ്റലിജൻസിന്. ഏതൊക്കെയാണ്? ഒന്ന് അനലറ്റിക്കൽ, രണ്ടാമത്തത് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്, മൂന്നാമത്തത് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്. അപ്പോൾ റോബർട്ട് സ്റ്റേൺബർഗ് പറയുന്നത് ഇൻ്റലിജൻസിന് 3 തലങ്ങളാണുള്ളത്. അനലറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
അതായത് ഓരോന്നിനെയും പറ്റിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യാണ്, അതായത് നമ്മൾ വിശകലനം ചെയ്യുകയാണ്. എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ ഡീപ്പായിട്ട് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് അനലറ്റിക്കൽ അല്ലെങ്കിൽ കോമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ആര് പറയുന്നത്? റോബർട്ട് സ്റ്റേൺബർഗ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് വെച്ചെങ്കിൽ അതിനെ പറ്റിയിട്ട് നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കുക. അപ്പം നമ്മൾ പറയില്ല നല്ല പഠിപ്പിസ്റ്റാണ്, എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും ഡൗട്ടാണ്, ഡൗട്ട്സൊക്കെ ചോദിച്ച് നന്നായിട്ട് ക്ലിയർ ചെയ്തിട്ട് അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ വന്നത്. നമ്മളൊരു കാര്യത്തെക്കുറിച്ചിട്ട് ഡീപ്പായി പഠിക്കുമ്പോഴല്ലേ നമുക്ക് ഡൗട്ട്സ് വരിക. അപ്പോൾ ആ ഡൗട്ട്സൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് നല്ല രീതിയിൽ അത്രയും എന്താ പറയുക പെർഫെക്റ്റായിട്ട് ഡീപ്പായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിവുള്ളവർക്കുള്ള ഇൻ്റലിജൻസാണ് അനലറ്റിക്കൽ ഓർ കോമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ആസ്പെക്ട്സ് ക്ലിയർ ആയില്ലേ? അനലറ്റിക്കൽ ഇൻ്റലിജൻസ്. സെക്കൻഡ് വൺ എന്താ? ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്. ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആ പേര് തന്നെ ഇല്ലേ? അതായത് ക്രിയേറ്റീവായിട്ട് ഓരോരോ സാഹചര്യങ്ങളിൽ എന്താണോ ചെയ്യേണ്ടത്, അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്നുള്ള ഒരു അറിവ്. ക്രിയേറ്റീവായിട്ട്, അതായത് ഏതൊരു സാഹചര്യത്തിലും ക്രിയേറ്റീവായിട്ടായിരിക്കും അത്തരം ആളുകൾ, ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ ഇടപഴകുക. അതായത് ഇമാജിനേഷൻ, അതുപോലെ തന്നെ ഇന്നോവേഷൻ, പ്രോബ്ലം സോൾവിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ വളരെ പെർഫെക്റ്റായിട്ട് നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും. അവർക്കുള്ള ഇൻ്റലിജൻസ് എന്താണ്? ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആണ്. അടുത്തത് എന്താണ്? പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്. പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ അതിലെന്താ പറയുന്നത്? ഡെയിലി ലൈഫ് മാറ്റേഴ്സ്. അതായത് പ്രാക്ടിക്കലായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അഡാപ്റ്റേഷൻ ഓഫ് ദ എൻവിയോൺമെൻറ്റ്, ഷേപ്പിംഗ് ഓഫ് ദ എൻവിയോൺമെൻറ്റ്, സെലക്ടിങ് ഓഫ് ദ എൻവിയോൺമെൻറ്റ്. അതായത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആളുകളായിരിക്കും. അതായത് സാഹചര്യങ്ങളോട് ഇടപഴകി അല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും. അതായത് നമ്മളെ ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ചുറ്റുപാടുണ്ടെങ്കിൽ നമ്മൾ അതിനോട് എന്താ പറയുക അനുയോജ്യമായ രീതിയിൽ ജീവിക്കുന്ന എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക അതുമായിട്ട് ഇടപെട്ട് പ്രാക്ടിക്കലായിട്ട് ജീവിക്കുന്ന ആളുകൾ, അവരാണ് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ഉള്ളവർ. അപ്പോൾ ഈ ഒരു തിയറിയിൽ, ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസിൽ റോബർട്ട് സ്റ്റേൺബർഗ് പറയുന്നത് എന്താണ്? ഇൻ്റലിജൻസിന് ഒരു 3 ആസ്പെക്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ്? അനലറ്റിക്കൽ, ക്രിയേറ്റീവ്, പ്രാക്ടിക്കൽ. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഈ പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ ജസ്റ്റ് പാസ്സാവണം എന്നുള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ എഴുതിയാൽ മതി. അല്ലാത്തവരാണെങ്കിൽ ഇത് കുറേ ഡീപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇൻ്റലിജൻസിന് വരുന്ന ഒരു 3 ആസ്പെക്ട്സിനെ പറ്റിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇൻ്റലിജൻസിൽ ഡിസ്കസ് ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇൻ്റലിജൻസ് എന്താന്ന് പറഞ്ഞു, ഒരു 5 തിയറീസ് പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി, SI മോഡൽ ഓഫ് ഇൻ്റലക്റ്റ്, പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി, ട്രയാർക്കിക് തിയറി. അപ്പോൾ ഇത് ചിലപ്പോൾ ഓരോ തിയറീസ് എടുത്തിട്ടായിരിക്കും 5 മാർക്കിന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എസ്സേക്ക് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ്. അപ്പോൾ ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 15 മാർക്കിനാണെങ്കിൽ അല്ലെങ്കിൽ 10 മാർക്കിനാണെങ്കിൽ നിങ്ങൾക്ക് ഈ തിയറീസൊക്കെ എഴുതാം. 5 മാർക്കിന് ഏതെങ്കിലും തിയറി സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അതും എഴുതാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇൻ്റലിജൻസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പോയിൻ്റ് അറിയുന്നുണ്ട് വെച്ചെങ്കിൽ അത് എഴുതി വെക്കുക. ഒരു ക്വസ്റ്റ്യൻസും സ്കിപ്പ് ചെയ്യരുത്. ഈ പേപ്പർ ടഫാണെന്ന് കരുതി പഠിക്കാതിരിക്കരുത്. നമുക്ക് ജസ്റ്റ് പാസ്സാവാൻ എന്തായാലും നമുക്ക് സാധിക്കും ഈ പേപ്പറിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ഓരോ തിയറീസും ആരാണ് കൊണ്ടുവന്നത്, അതിലെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞ തിയറീസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞോളൂ, ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കുക. അങ്ങനെ തന്നെ നമുക്ക് ഇത് പഠിക്കാൻ കഴിയുള്ളൂ. കാരണം ഇത് ഒരാൾ കൊണ്ടുവന്ന തിയറിയാണ്. അപ്പം അതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. അയാൾ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ നമ്മൾ അതേപടി എഴുതി വെച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾ എഴുതി വെച്ചാൽ മതി. പിന്നെ ഇതിൽ ഞാൻ ആഡ് ചെയ്യാൻ മറന്നൊരു കാര്യമാണ് ഇൻ്റലിജൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻ്റലിജൻസ് അല്ലെങ്കിൽ IQ എന്ന് പറയും അല്ലേ? IQ ഈസ് ഈക്വൽ ടു MA/CA × 100. IQ ഈസ് ഈക്വൽ ടു MA/CA × 100. അതായത് MA എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ മെൻ്റൽ ഏജ് ആണ്.
ഇപ്പോൾ മാനസികമായിട്ടുള്ള ആ ഒരു ഏജ്, ഇപ്പോൾ ഒരു 90 വയസ്സുള്ള ഒരു ആൾക്ക് ചിലപ്പോൾ ഒരു 1ാം ക്ലാസ്സിലുള്ള കുട്ടിയുടെ കാട്ടിക്കൂട്ടലായിരിക്കാം. അപ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു വളർച്ചയുടെ ആ ഒരു ഏജും ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ്, അതായത് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്മുടെ കറക്റ്റ് ആക്ച്വൽ ഏജ്, ഇപ്പോൾ എനിക്ക് എത്ര വയസ്സായി ആ ഒരു ഏജ് ഇൻറ്റു 100, അതിൻ്റെ ആൻസർ എത്രയാണോ കിട്ടുന്നത് അതാണ് എൻ്റെ IQ. അപ്പോൾ മനസ്സിലായില്ലേ? IQ ഈസ് ഈക്വൽ ടു MA ഡിവൈഡഡ് ബൈ CA ഇൻറ്റു 100. അപ്പോൾ ഒരു വ്യക്തിയുടെ IQ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ഇൻ്റലിജൻസിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഈ ഒരു ഫോർമുല അങ്ങോട്ട് എഴുതി വെച്ചോ. IQ ഈസ് ഈക്വൽ ടു MA ഡിവൈഡഡ് ബൈ CA ഇൻറ്റു 100. അപ്പോൾ പേപ്പർ വാല്യൂ എന്ന ആൾക്ക് മനസ്സിലാവും, ഈ കുട്ടിക്ക് IQ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു കാര്യം സിമ്പിളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാർക്ക് ഇടാനുള്ള ഒരു തോന്നലുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്വസ്റ്റ്യൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എന്തെങ്കിലുമൊക്കെ ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുവെച്ചെങ്കിൽ എഴുതി വെക്കുക. ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ഒന്നും അറിയുന്നുണ്ടാവില്ല, എങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഇൻ്റലിജൻസ് എന്നുള്ളൊരു പോർഷനിൽ ക്വസ്റ്റ്യൻസ് വരികയാണ് വെച്ചെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഇതാണ് പാസ്സാവാനായിട്ടുള്ള ഒരു ട്രിക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താ ഓരോ തിയറീസ് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് അത് കേൾക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.